ബ്രഹ്മമുഹൂർത്തത്തിലെ മന്ത്രജപം രോഗങ്ങൾ കുറയ്ക്കും, ആയുസ് വർദ്ധിപ്പിക്കും. ദിവ്യശക്തിയുള്ള അക്ഷരങ്ങളോ അക്ഷരങ്ങളുടെ കൂടങ്ങളോ ആണ് മന്ത്രങ്ങൾ. നിരന്തരമായ ചിന്തയാണ് മനനം. മനനം കൊണ്ട് രക്ഷിക്കുന്നതെന്തോ അതാണ് മന്ത്രം. ദേവീദേവന്മാരുടെ ശക്തി ഉൾക്കൊണ്ട ശബ്ദരൂപങ്ങളാണ് മന്ത്രങ്ങൾ. 4 വേദങ്ങളുടെ സൃഷ്ടാവായ ബ്രഹ്മദേവന്റെ ശക്തി സ്വയം ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. അപ്പോൾ എഴുന്നേറ്റ് വിധിപ്രകാരം നിത്യകർമ്മങ്ങൾ ചെയ്യുക. പിന്നെ ഈശ്വരാരാധനയിൽ മുഴുകുക. മനസ്സിന് ഏകാഗ്രത കിട്ടാൻ എളുപ്പമുള്ള സമയമാണിത്. ഇതുമൂലം ധനസമൃദ്ധിയുണ്ടാകും, ദാമ്പത്യസുഖം കിട്ടും, വൈധവ്യദോഷം അകന്നുപോകും, സന്താനഭാഗ്യവും ഉണ്ടാകും. സന്താനങ്ങൾ സത്സ്വഭാവമുള്ളവരായിത്തീരും. ഇഷ്ടകാര്യസിദ്ധിക്കും ഉത്തമം. പരിശീലനം കൊണ്ട് മാത്രം മനസ്സിനെ ക്രമേണ നിയന്ത്രിക്കുക. മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ മറ്റൊരു ചിന്ത മനസ്സിൽ വന്നാൽ ശ്രദ്ധിക്കാതെ ധ്യാനം തുടരുക. മന്ത്രജപത്തിന് പറ്റിയ സമയമാണ് ബ്രഹ്മമുഹൂർത്തം. സൂര്യോദയത്തിന് മുൻപ് 7:30 വെളുപ്പുള്ളപ്പോൾ സൂര്യൻ്റെ ചൂടോ ചന്ദ്രൻ്റെ തണുപ്പോ ബാധിക്കാത്ത സമയമാണിത്. ഈശ്വരാരാധനയ്ക്ക് പറ്റിയ മുഹൂർത്തം. ഈ മുഹൂർത്തത്തിൻ്റെ ദേവത ബ്രഹ്മാവാണ്. ആത്മീയ ജീവിതം നയിക്കുന്നവർ തിരഞ്ഞെടുക്കുന്ന സമയവും ഇതാണ്. ബ്രഹ്മമുഹൂർത്തത്തിലെ മന്ത്രജപം എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. പേരിനും പ്രശസ്തിക്കും ഇതിൽ പരം മറ്റൊരാരാധനയില്ല. ജപധ്യാന മന്ത്രോപാസനയിലൂടെ ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാൻ കഴിയും. പെട്ടെന്ന് നമ്മൾ വിളിച്ചു പോകുന്ന എൻ്റെ വിഷ്ണുവേ, എൻ്റെ കൃഷ്ണ, ദേവി എന്നിവരുടെ മന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഗൃഹസ്ഥർക്കുത്തമം. എന്നും ബ്രഹ്മമുഹൂർത്തത്തിൽ നിത്യകർമ്മങ്ങൾക്കു ശേഷം സ്വസ്ഥമായി പൂജാമുറിയിലോ ശുദ്ധമായ സ്ഥലത്തോ ഇരുന്ന് സാധകം ചെയ്താൽ കാര്യസിദ്ധി ഉറപ്പ്. ഒരു മന്ത്രം തിരഞ്ഞെടുത്താൽ അതുതന്നെ നിത്യവും ജപിക്കണം. 108 വീതം ജപിച്ചു തുടങ്ങിയാൽ ദിവസം കഴിയും തോറും എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കണം. മാറ്റി മാറ്റി ജപിക്കാതെ ജപിച്ച മന്ത്രം തന്നെ തുടർച്ചയായി ജപിച്ചുകൊണ്ടിരുന്നാൽ അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകും. ഒന്നോർക്കുക, കൂടുതൽ ജപിക്കുന്നതിലല്ല കാര്യം, ഭക്തിയോട് ജപിക്കുന്നതിലാണ്. ബുദ്ധി, ആരോഗ്യം, കീർത്തി, രോഗമുക്തി എന്നിവ അറിയാതെ വന്നുകൊണ്ടിരിക്കും. എല്ലാവരും ശ്രമിക്കുക.